ശ്രീ നാസർ കൊളായി, നോക്കൂ, ഇവിടെ വി ഡി സതീശൻ എത്രയോ വിഷയങ്ങളിൽ ഇതുപോലെ ലജ്ജയില്ലാതെ ഈ കാര്യങ്ങളെ മാറ്റി മാറ്റി പറയാൻ, കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ വിയോജിക്കുന്നവർ പോലും ബഹുമാനിക്കുന്നതാണ്. ഒരു ക്യാബിനറ്റ് പദവി പോലെ തന്നെ നാം കാണുന്ന ഒന്നാണ് പ്രതിപക്ഷം. അത്തരത്തിൽ ഒരു ബഹുമാനം നൽകുന്ന സ്ഥാനമാണ്. എത്രയോ മഹാരഥന്മാരിരുന്നതാണ്. ഇങ്ങനെ മാറ്റി പറയാമോ? ഒരു KSU നേതാവിൻ്റെ കേവലം മായ ഒരു മാറ്റിപ്പറച്ചിൽ പോലെ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന് മാറ്റി പറയാമോ? തൻ്റെ പക്കൽ തെളിവുണ്ട്, കോടതിയിൽ കാണിക്കാം. അത് ഈ അനുദിനം ക്യാമറയ്ക്ക് മുന്നിൽ ആവർത്തിക്കുകയാണ്. പക്ഷേ കോടതിയിൽ കൊടുക്കാൻ രേഖകളൊന്നുമില്ല. ഇതെന്തൊരു വിരോധാഭാസമാണ്? ഇങ്ങനെയാണോ ധാർമ്മികമായൊരു പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം? കോൺഗ്രസ് എന്നുള്ളതും പ്രതിപക്ഷം എന്നുള്ളതും ഒക്കെ രണ്ടാമത് മാറ്റിവെക്കാം. നാസർ കൊളായി, എല്ലാ KSUക്കാരും ഈ VD സതീശനെ പോലെ തകിടമറിയുന്ന ആളുകൾ മാനനഷ്ടത്തിന് ചിലപ്പോൾ കേസ് കൊടുത്തു വരും. കാരണം ഈ വിഷയത്തിൽ മാത്രമല്ല, നിരവധി വിഷയങ്ങളുണ്ട്. നമ്മുടെ വിഷയം മാറിപ്പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. രാവിലെ പറഞ്ഞത് വൈകുന്നേരം പറയില്ല, വൈകുന്നേരം പറയുന്നത് പിറ്റേന്ന് പറയില്ല. ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും നമുക്ക് അത് ഉദാഹരിക്കാൻ കഴിയും. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ എന്തായിരുന്നു വലിയ വായില് VD സതീശൻ പറഞ്ഞിരുന്നത്? ഇത് കടകംപള്ളി അറിയാതെ ഇങ്ങനെ അവിടെ ഒരു തട്ടിപ്പ് നടക്കില്ല. മാത്രമല്ല, ഏത് വ്യാപാരിക്കാണ് വിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാം. അത് ഞാൻ കോടതിയിൽ പറയേണ്ടിടത്ത് പറയും. ആ ദിവസങ്ങളിൽ എന്തായിരുന്നു ജനങ്ങളുടെ മനസ്സിലേക്ക് ഇയാൾക്ക് ഏറ്റുവിട്ടുന്നത്? ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു പച്ചക്കള്ളം പറഞ്ഞ് ആ പച്ചക്കള്ളം ലോകം ചുറ്റി വരുമ്പോഴായിരിക്കും സത്യം ചെരുപ്പിട്ടിറങ്ങുക. ഈ VD സതീശൻ പറഞ്ഞ പച്ചക്കള്ളം ഇതെല്ലാം കേരളത്തിന്റെ ദേവസ്വം മന്ത്രിക്ക് അറിയാമെന്നും അത് വ്യാപാരിക്ക് വിറ്റെന്നും ആ വ്യാപാരി ആരാണെന്ന് അറിയാമെന്ന് പറഞ്ഞത് നാട് നീളെ ഇവര് പ്രചരിപ്പിച്ചു. ആ കള്ളം ലോകം മുഴുവൻ ചുറ്റി വന്നപ്പോ ഇന്ന് വളരെ സാവകാശം കോടതിയിൽ ഒരു ഉളുപ്പും ഇല്ലാതെ, ആ വാക്ക് പ്രയോഗിക്കേണ്ടി വരും, ഒരു ഉളുപ്പും ഇല്ലാതെ ഇയാൾ വന്നിട്ട് പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കടകംപള്ളിക്ക് അറിയാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഇയാൾ പിന്മാറുന്നു. അജിംഷാദെ, സത്യത്തിൽ ഈ കേസ് തുടങ്ങുന്നത് എവിടെയാണ്? കഴിഞ്ഞ നിയമസഭയിലല്ലേ ഇത് തുടങ്ങുന്നത്? പിണറായിയോട് VD സതീശന്റെ ചോദ്യമാണ്. അവിടെ ശബരിമലയിൽ ഒരു പീഠം കാണുന്നില്ല. അപ്പൊ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ VD സതീശൻ എന്താ പറഞ്ഞത്? പോറ്റിയാണ് പറഞ്ഞത്. അപ്പൊ പിണറായി പറഞ്ഞു നമുക്ക് ആ കാര്യം അന്വേഷിക്കാം. അങ്ങനെയാണ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കിടക്കുന്നതും അതിനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുന്നതും. അതായത് ഈ അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടി നോക്കിയതാണ്. അതെ, അയ്യപ്പ സംഗമം പൊളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കണം. ഞാൻ അത് പറഞ്ഞതിന് ശൈലിലേക്ക് വരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയിരുന്നത്? അയ്യപ്പ സംഗമം നടത്തുന്ന ഇവിടെ ശബരിമലക്ക് കമ്മ്യൂണിസ്റ്റുകാർ, മതവിശ്വാസം ഇല്ലാത്തപോലെ കമ്മ്യൂണിസ്റ്റുകാരെ ശബരിമല ഏൽപ്പിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ശബരിമലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ പേര് ചന്ദ്രാനന്ദൻ റോഡ് എന്നാണ്. ആരാ ചന്ദ്രാനന്ദൻ? പുന്നപ്ര വയലാറിന്റെ ധീരനായ പോരാളിയാണ്. സഖാവ് നേരിട്ട് പോരാട്ടത്തിൽ പങ്കെടുത്ത പുന്നപ്ര വയലാറിന്റെ ധീര പോരാളിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് ചന്ദ്രാനന്ദൻ. അയാൾ ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വന്നപ്പോൾ സഖാവ് അവിടുത്തെ വികസനത്തിന് വേണ്ടി ശ്രമിക്കുകയും അതിന്റെ പേരിലാണ് ചന്ദ്രാനന്ദൻ എന്ന് പറയുന്ന റോഡുണ്ടായത്. ഇപ്പൊ നമ്മൾ നോക്ക്, ഈ എന്തിനാണ് ശബരിമല വികസനത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം? ശബരിമല കേരളത്തിൽ മാത്രമുള്ള അയ്യപ്പ ഭക്തര് മാത്രം പോയി സന്ദർശിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ചന്ദ്രാനന്ദന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ദക്ഷിണേന്ത്യയിലും അടക്കം ശബരിമലയെ കുറിച്ചുള്ള വലിയ പ്രചരണം നടത്തിയത്. ആ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയതും ശബരിമലയിലെ നടവരവ് കൂടിയതും. ശബരിമലയിലെ നടവരവ് മാത്രമല്ല അതിന്റെ പ്രശ്നം. ഈ കാസർഗോഡ് മുതൽ ഈ പത്തനംതിട്ട വരെ, തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ കേരളത്തിലേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന ആളുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന ആളുകൾ വഴിവക്കിലുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വഴിവക്കിലെ പീടികളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട്, അവര് നമ്മുടെ നാട്ടിൽ നിന്ന് പെട്രോൾ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ വരുന്ന ഭക്തരുടെ വലിയ ഒരു വരുമാനം കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്രോതസ്സാണ്. ഇപ്പോ മക്ക മദീന, ഞാൻ ഒരു മുസ്ലിം മതവിശ്വാസി എന്നുള്ള പറയാണ്, അവിടെ വലിയ വികസനങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് നടത്തുന്നതിനാണ്. അവിടെ വരുന്ന പിൽഗ്രിംസ്, വിശ്വാസികൾ, അവർക്ക് വേണ്ട സൗകര്യം കൊടുക്കുന്നതോടുകൂടി സൗദി ഗവൺമെന്റിന് വിദേശ നാണ്യത്തിൽ വമ്പിച്ച വരുമാനം ഉണ്ടാകുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ശബരിമല വികസനം കുറിച്ചുള്ള വലിയ സെമിനാർ നടത്തിയത്. ആ സെമിനാറിലേക്ക് ഒരേ ഗസ്റ്റ് ഹൗസിൽ നിന്ന് 150 മീറ്റർ അകലേക്ക് പോകുമ്പോൾ നടക്കാൻ കഴിയാത്ത ഒരു പ്രായമുള്ള മനുഷ്യൻ, വെള്ളാപ്പള്ളി ആരുമാവട്ടെ, അയാളെ കാർ കയറ്റിയത് ഈ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വർഗീയ പ്രചരണത്തിന് ഇടവെച്ചില്ലേ? വെള്ളാപ്പള്ളിയെ ആ
പരിപാടിക്ക് ക്ഷണിച്ചതല്ലേ. വെള്ളാപ്പള്ളി മാത്രമല്ല, പിന്നെ മറ്റ് സംഘടനകൾ ഇതുപോലെയുള്ള NSS, SNDP പോലെയുള്ള സംഘടനകളെ ക്ഷണിച്ചു വരുത്തിയതാണ്. ആ ക്ഷണിച്ചു വരുത്തിയ ഒരു അതിഥി നടക്കാൻ പറ്റാത്തതുകൊണ്ട് 150 മീറ്റർ. ഞാൻ ഇന്നാള് മനോരമയുടെ ചർച്ചയിൽ കേട്ടു. മനോരമയുടെ അവതാരകൻ പറയുന്നത് 150 അല്ല, പിന്നെ എത്രയാ, 200 മീറ്റർ, 50 മീറ്റർ തർക്കം. മനസ്സിലായി? അല്ല, രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞല്ലോ ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ, താനാണെങ്കിൽ അദ്ദേഹത്തെ കാറി കയറ്റും, താൻ അങ്ങനെ കാറി കയറ്റിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കേട്ടു. ഏറ്റവും വലിയ പിന്നെ നവോത്ഥാന നായകൻ അടൂർ പ്രകാശ് പറയുന്നു വെള്ളാപ്പള്ളിയെ കുറിച്ച്, എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്നു. അതൊന്നും കേരളത്തിൽ ചർച്ചയില്ല. കഴിഞ്ഞ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പോയിട്ട് പ്രചരിപ്പിച്ചെന്താണ്, വെള്ളാപ്പള്ളിയെ പിണറായി കാറിൽ കയറ്റി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ലേ? വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി. ഇത് കേൾക്കുന്ന മനുഷ്യൻ എന്താ വിചാരിക്കുക? ഈ പച്ച കള്ളം ഇറക്കി വിടുമ്പോ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി പിണറായി ഇങ്ങനെ കൊണ്ടു നടന്നു എന്നല്ല. 150 മീറ്റർ ദൂരത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നു ജയേന്ദ്രൻ സഖാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ചു ദിവസം മുമ്പ് ഒരു ചാനലിൽ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കാറ് മാത്രം പോകാൻ അനുവദിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരത്തിലേക്കാണ് കൊണ്ടുപോയത്. ഇതൊന്നും നമ്മുടെ ഈ ചർച്ചയുടെ വിഷയമില്ല. പക്ഷെ അത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ശബരിമലയുടെ വികസനം നമുക്കറിയാലോ. പ്രളയകാലത്ത് തകർന്ന് തരിപ്പണമായ പമ്പ ആചാരമര്യാദകൾ പാലിക്കാൻ വേണ്ടി പ്രത്യേക ആളുകളെ ഭയങ്കര സുരക്ഷാ സംവിധാനത്തോടു കൂടി അവിടെ കൊണ്ടുപോയതാണ്. പമ്പയില്ല, അവിടേക്കുള്ള പടിക്കെട്ടില്ല, ഒന്നുമില്ല. അതൊക്കെ പിന്നെ വളരെ മനോഹരമായി പിണറായി പ്രളയകാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, റീബിൽട്ട് കേരള. പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല ഒരു പുതിയ കേരളം എന്നതുപോലെ തന്നെ പ്രളയത്തിന് മുമ്പുള്ള പമ്പയല്ല, പ്രളയത്തിന് ശേഷമുള്ള പമ്പ, അതെല്ലാം മനോഹരമാക്കി. നിങ്ങൾ നോക്കിപ്പോ അതാണ് തീർച്ചയായും